ഞാനിന്ന് ചീരത്തണ്ട് പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കാനായി ഒരു പിടി ചീരത്തണ്ട് എടുത്തിട്ടുണ്ട്. അധികം മൂപ്പത്താത്ത ഇളം ചീരത്തണ്ടാണ് കറി ഉണ്ടാക്കാൻ നല്ലത്. ഇനി ഇത് കഷ്ണങ്ങളാക്കി എടുക്കാം. ഏകദേശം ചെറുവിരൽ വലിപ്പത്തിലാണ് ഞാനിത് മുറിച്ചെടുത്തത്. മുരിങ്ങക്കായൊക്കെ കഷ്ണങ്ങളാക്കുന്ന പോലെ. ഇനി ഇത് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്കിനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് വെള്ളം കൂടി ഒഴിക്കാം. ചീരത്തണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി വെച്ച് കുറച്ച് തേങ്ങ ചൂടാക്കി എടുക്കണം. കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കറിയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി വെക്കണം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കണം. എണ്ണയൊന്നും ഒഴിക്കണ്ട. തേങ്ങ നന്നായി ഒന്ന് ചൂടായാലും മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി അരച്ചെടുക്കണം. പ്രഷറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത ശേഷം കറി ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. കറി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കറി ലൂസാക്കി എടുക്കാം. ചീരത്തണ്ട് വെന്ത വെള്ളം മാത്രം മതിയെങ്കിൽ തേങ്ങ അരച്ചത് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. തേങ്ങ ചേർത്ത ശേഷം കറി ഒന്ന് തിളക്കണം. ഇതിപ്പോൾ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കറി വാങ്ങി വെച്ച് വറവ് ചേർക്കാം. ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.